ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ട് ഒരു കോക്കനട്ട് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പമാണ് ഈ ലഡു ഉണ്ടാക്കിയെടുക്കാൻ. കഴിക്കാനാണെങ്കിലോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കിടിലൻ ലഡു തന്നെയാണിത്. അപ്പം നമ്മൾ പണ്ട് തേങ്ങ മിഠായി കഴിക്കില്ല, അതേ ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇനി ഒന്ന് നന്നായി മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം കേട്ടോ അത് പൊടിച്ചെടുക്കാൻ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തേങ്ങ ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂ റൈസിൻസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിൻ്റെ ലിങ്ക്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ചൂടാറിയ ശേഷം ഇതൊന്ന് കൈ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളാക്കി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് ഏത് ഷേപ്പിന് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ബോളാക്കിയിട്ട് വേണമെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിന് പണി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്നൊക്കെ നമുക്കൊരു ലഡു കഴിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറഞ്ഞ പോലെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണേ. ബെല്ലൈക്കണിൽ ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബർഫി മോഡലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ ചെയ്താലും ഇത് സൂപ്പറാണ്. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഇതുപോലത്തെ ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.